ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധ എന്ന് വിശുദ്ധ 10-ാം പീയൂസ് മാർപ്പാപ്പ വിശേഷിപ്പിച്ച ലിസ്റ്റുവിലെ വിശുദ്ധ കൊച്ചുത്രേസ്യ 1873 ജനുവരി മാസം 2-ാം തീയതി വിശുദ്ധ കൊച്ചുത്രേസ്യ ഫ്രാൻസിലെ അലൻസോൺ എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിൽ ജനിക്കുകയാണ്. അവളുടെ മാതാപിതാക്കൾ പ്രിയപ്പെട്ട വിശുദ്ധ ലൂയി മാർട്ടിനും വിശുദ്ധ സ്വലിഗൊരിനും. അവരുടെ ദാമ്പത്യ വല്ലരിയിൽ വിരിഞ്ഞ 9 മക്കളിൽ 9ാമത്തവളായിരുന്നു വിശുദ്ധ ചെറുപുഷ്പം. അവരിൽ 9 മക്കളിൽ 4 പേർ നന്നേ ചെറുപ്പത്തിൽ തന്നെ ശൈശവ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മരണപ്പെടുകയുണ്ടായി. 5 പേരിൽ അവശേഷിച്ചവൾ വിശുദ്ധ കൊച്ചുത്രേസ്യ. തൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരിൽ 3 പേർ കർമ്മല മഠത്തിലും ഒരാൾ വിസിറ്റേഷൻ മഠത്തിലും പ്രവേശിച്ച് യേശുനാഥൻ്റെ പ്രിയപ്പെട്ട മണവാട്ടികളായി മാറുവാനായിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് അവർ സിസ്റ്റേഴ്സായിട്ട് കന്യാസ്ത്രീകളായിട്ട് മാറി. തൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമകൾ വിശുദ്ധ കൊച്ചുത്രേസ്യ തന്നോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രിയപ്പെട്ട അപ്പച്ചൻ സ്നേഹനിധിയാ തന്നെ വിചാരിച്ചു. എന്നാൽ അവളുടെ ആഗ്രഹത്തിന് വ്യത്യസ്തമാക്കിക്കൊണ്ട് അപ്പച്ചൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമകൾ വിശുദ്ധ കൊച്ചുത്രേസ്യ 15ാമത്തെ വയസ്സിൽ തൻ്റെ ആഗ്രഹം ആ പ്രിയപ്പെട്ട പിതാവിനോട് അറിയിക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പോലെ അവൾക്കും കർമ്മല മഠത്തിൽ പ്രവേശിച്ച് പുണ്യവതിയായ വിശുദ്ധയായ ഒരു കന്യാസ്ത്രീയായിട്ട് മാറണം. അവൾക്ക് തൻ്റെ ആഗ്രഹപ്രകാരം വിശുദ്ധയായ ഒരു കന്യാസ്ത്രീയായിട്ട് മാറണം. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രിയപ്പെട്ട മകളായിട്ട് അവൾക്ക് മാറണം. എന്നാൽ അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വേദനാജനകമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഇളയ മകൾ തന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് ആ പ്രിയപ്പെട്ട പിതാവ് കരുതി. എന്നാൽ 15ാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടിക്ക് കന്യാസ്ത്രീ മഠത്തിൽ പ്രവേശിച്ച് കന്യാസ്ത്രീയാകുവാനുള്ള അനുവാദം അന്ന് ഒരു തരത്തിലും ലഭിക്കുകയില്ലായിരുന്നു. 24 വയസ്സ് തികയുമ്പോൾ മാത്രമേ അവൾക്ക് അന്നത്തെ കാലഘട്ടത്തിൽ കന്യാസ്ത്രീയാകുവാനുള്ള അനുവാദം ലഭിക്കുകയുള്ളൂ. എന്നാൽ അവളുടെ തീവ്രമായ ആഗ്രഹത്തിൻ്റെ സാധൂകരണത്തിന് വേണ്ടി റോമിൽ മാർപ്പാപ്പയെ സന്ദർശിച്ച് അനുവാദം വാങ്ങുവാനായി അവൾ തീവണ്ടിയിൽ അപ്പച്ചനോടും പ്രിയപ്പെട്ടവരോടുമൊപ്പം യാത്രയായി. അങ്ങനെ റോമിലെത്തി പരിശുദ്ധ ലയോ 13ാമൻ മാർപ്പാപ്പയെ അവൾ സന്ദർശിച്ച് അവളുടെ ആഗ്രഹം പറഞ്ഞു. പ്രിയപ്പെട്ട പിതാവേ, എനിക്ക് 15ാമത്തെ വയസ്സിൽ കന്യാസ്ത്രീ മഠത്തിൽ പ്രവേശിച്ച് ഒരു കന്യാസ്ത്രീ ആകുവാനുള്ള അനുവാദം അങ്ങ് നൽകണമേ. മാർപ്പാപ്പ പറഞ്ഞു, ദൈവം തിരുമനസ്സാകുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ നടക്കട്ടെ. അവൾ ആഗ്രഹവുമായി തിരിച്ചെത്തുകയും അവളുടെ ആഗ്രഹം പോലെ തന്നെ 15ാമത്തെ വയസ്സിൽ അവൾ തൻ്റെ പ്രിയപ്പെട്ട ചേച്ചിമാർ വസിക്കുന്ന കർമ്മല മഠത്തിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ തുടർ ജീവിതം നയിക്കുകയുമായിരുന്നു. അങ്ങനെ 24ാമത്തെ വയസ്സിൽ 1897 സെപ്റ്റംബർ മാസം 30-ാം തീയതി വിശുദ്ധ കൊച്ചുത്രേസ്യ ഇഹലോകവാസം വെടിഞ്ഞ് സ്വർഗപ്രാപ്തിയായി. ഇന്ന് സഭ അവളെ വിശേഷിപ്പിക്കുന്നത് ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധ, ഫ്രാൻസിസ് സേവ്യറിനൊപ്പം ലോകം ആദരിക്കുന്ന അഖില ലോകം മുഴുവൻ്റെയും മിഷൻ മധ്യസ്ഥ, വേദപാരംഗത എന്നീ പേരുകളിലൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, അവളോടൊപ്പം വിശുദ്ധ കൊച്ചുത്രേസ്യയോടൊപ്പം മഠത്തിൽ ജീവിച്ചിരുന്ന ആരും തന്നെ അവളിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വ്യത്യസ്തമായിട്ട് അവൾ ഒന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. എല്ലാവരെയും പോലെ തന്നെ സാധാരണ തരത്തിലുള്ള ജീവിതം, തുണി അലക്കുകയും അടിച്ചു വാരുകയും സങ്കീർത്തിയിൽ സഹായിക്കുകയും ചെയ്യുന്ന ഒരു കൊച്ചു പെൺകുട്ടി, അങ്ങനെ മാത്രമേ അവർക്ക് കാണുവാനായിട്ട് സാധിച്ചുള്ളൂ. എന്നാൽ അവളുടെ മരണത്തിന് ശേഷം വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ 1925 മെയ് മാസം 17-ാം തീയതി ലോകത്തിൻ്റെ എല്ലാവരുടെയും കണ്ണുകൾക്ക് മുൻപിൽ വിശുദ്ധയായിട്ട് വിശുദ്ധ കൊച്ചുത്രേസ്യ പ്രഖ്യാപിക്കപ്പെട്ടു. എന്താണ് ഇതിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക? ലോകം മുഴുവൻ്റെയും അഖില ലോകം മുഴുവൻ്റെയും മിഷൻ മധ്യസ്ഥയായിട്ട് വിശുദ്ധ ചെറുപുഷ്പം മാറിയതിൻ്റെ രഹസ്യം എന്താണ്? വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. 15ാമത്തെ വയസ്സിൽ മഠത്തിൽ പ്രവേശിച്ച വിശുദ്ധ കൊച്ചുത്രേസ്യ 24ാമത്തെ വയസ്സിൽ മരണപ്പെടുകയാണ്. അവൾ മരിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ പ്രിയപ്പെട്ട മഠാധിപ ആഗ്നസമ്മ, അവളുടെ സ്വന്തം ചേച്ചി പൗളിൻ, അവളോട് ആവശ്യപ്പെട്ടു, നിൻ്റെ ജീവിതകഥ മുഴുവൻ
എഴുതി തരുവാനായിട്ട്. അങ്ങനെ അവൾ എഴുതിയ തൂലികയുടെ തുമ്പിൽ നിന്നും ലോകം മുഴുവൻ ഒപ്പിയെടുത്തത് വിശുദ്ധിയുടെ ഒരു വലിയ മകുടോദാഹരണവും പുതിയ പാതയുമായിരുന്നു. അവൾ തൻ്റെ സ്വയംകൃത ചരിത്രത്തിലൂടെ ലോകത്തെ പഠിപ്പിച്ച വ്യത്യസ്തങ്ങളായ ചില കാര്യങ്ങളുണ്ട്. അതിലൂടെയാണ് എപ്പോഴും വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ വിശുദ്ധി ലോകം മുഴുവൻ അറിയുവാനായിട്ട് ഇടയായത്. മഠത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ വിശുദ്ധ കൊച്ചു ത്രേസ്യ മനസ്സിലുറപ്പിച്ച ഒരു വലിയ കാര്യമുണ്ടായിരുന്നു. എന്ത് ത്യാഗം സഹിച്ചും എനിക്ക് വിശുദ്ധയാകണം. ലോകത്തിൻ്റെ ഒഴുക്കിന് ഒത്തുപോകാതെ വ്യത്യസ്തമായ രീതികളിലൂടെയെങ്കിലും എനിക്കും എങ്ങനെയും വിശുദ്ധി പ്രാപിക്കണം. ഞാൻ ഒരു പുണ്യവതിയായി തീരും എന്ന് അപ്പച്ചനും അമ്മച്ചിക്കും അവൾ നന്നേ ചെറുപ്പത്തിൽ തന്നെ വാക്കുകൊടുത്തിരുന്നു. അങ്ങനെ തൻ്റെ ആഗ്രഹ സാധൂകരണത്തിന് വേണ്ടിയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ കർമ്മല മഠത്തിലേക്ക് പ്രവേശിക്കുക. എന്നാൽ കർമ്മല മഠത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വിശുദ്ധയാകുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് മനസ്സിലായി. അവൾ മഠത്തിൽ കണ്ടത് വളരെ കഠിന ത്യാഗങ്ങളും പ്രായശ്ചിത്തങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് പുണ്യപൂർണ്ണതയിലേക്ക് വളരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പറ്റം സന്യാസിനിമാരെയായിരുന്നു. ചാട്ടവാറടിയും ഉപവാസങ്ങളും എല്ലാം വിശുദ്ധ കൊച്ചു ത്രേസ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ കഠിന തപശ്ചര്യകളായിരുന്നു. മുള്ളരഞ്ഞാണം ധരിച്ചും എങ്ങനെയാണ് ഇത്രമാത്രം തപശ്ചര്യകളിലൂടെ വിശുദ്ധി പ്രാപിക്കുന്നത് എന്ന് ആഗ്രഹിച്ച് ജീവിച്ചിരുന്ന കന്യകാസ്ത്രീകളുടെ അടുത്ത വിശുദ്ധ കൊച്ചു ത്രേസ്യ എത്തിയപ്പോൾ അവൾക്ക് മനസ്സിലായി തൻ്റെ ആഗ്രഹം സാധിക്കുക എന്നത് വളരെ വിഷമകരമായ ഒരു കാര്യമായിരുന്നു. എന്നാൽ കൊച്ചു ത്രേസ്യ തൻ്റെ ആഗ്രഹത്തെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. തൻ്റെ ആഗ്രഹ സാധൂകരണത്തിന് വേണ്ടി വിശുദ്ധ കൊച്ചു ത്രേസ്യ നിരന്തരമായി പ്രാർത്ഥിച്ചു. അങ്ങനെ അവൾ പ്രാർത്ഥനയോടെ ഒരിക്കൽ വിശുദ്ധ ഗ്രന്ഥം തുറന്നപ്പോൾ അവൾക്ക് ഒരു വഴി മനസ്സിലാക്കി വരികയായിരുന്നു. അവൾ വളരെ ബുദ്ധികൂർമ്മതയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ ചുറ്റുപാടുകളെ മനോഹരമായിട്ട് ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കുവാൻ വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് നല്ല പാഠവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ മനസ്സിലാക്കി വലിയ കെട്ടിടങ്ങളിലേക്ക് കയറി പോകുന്നതിന് വേണ്ടി ചവിട്ടുപടികളുമുണ്ട്, ലിഫ്റ്റുമുണ്ട്. ചവിട്ടുപടികൾ കയറി മുകളിലെത്തുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും മടുത്തു പോകും. എന്നാൽ ലിഫ്റ്റ് ഉപയോഗിച്ച് മുകളിലെത്തുമ്പോൾ അത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ആയാസരഹിതമായിട്ട് മുകളിലെത്തുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ പുണ്യപൂർണ്ണത പ്രാപിക്കുവാനും ഒരു ലിഫ്റ്റ് സാധ്യമല്ലേ? എന്തുകൊണ്ട് അങ്ങനെ ഒരു വഴി നമുക്ക് കണ്ടെത്തിക്കൂടാ? വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ അന്വേഷണം ചെന്നെത്തിയത് വിശുദ്ധ ഗ്രന്ഥത്തിലാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അവൾ ഇങ്ങനെ കാണുന്നുണ്ട്: തീരെ കുഞ്ഞായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വരട്ടെ. അതുപോലെ തന്നെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ ഒരുപാട് സന്തോഷിപ്പിക്കുകയുണ്ടായി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ: അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നു. അവൻ്റെ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു. എന്നാൽ യേശു അവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു: ശിശുക്കൾ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. അപ്പോൾ കൊച്ചു ത്രേസ്യയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ശിശു സഹജമായ ഹൃദയത്തോടെ ദൈവസന്നിധിയിലെത്തുന്നവരെ അവൻ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. ശിശു സഹജമായ ഹൃദയം പ്രാപിക്കുക എന്ന ഒരു ആഗ്രഹം വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് അപ്പോൾ മുതൽ മനസ്സിലായി. ദൈവത്തിലെത്തിച്ചേരുവാനായി ശിശു സഹജമായ ഒരു ഹൃദയം സ്വന്തമാക്കുമ്പോൾ നല്ല ദൈവം തൻ്റെ പക്കലേക്ക് ഇറങ്ങി വരുന്നു. അഥവാ വിശുദ്ധി പ്രാപിക്കുവാനായി ഞാൻ പുണ്യപൂർണ്ണത പ്രാപിക്കുന്നതിന് വേണ്ടി കഠിനമായ പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുന്നതിന് പകരമായി ശിശു സഹജമായ ഒരു ഹൃദയം എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ അത് ദൈവത്തെ അത്രമേൽ പ്രീതിപ്പെടുത്തുന്നു. വിശുദ്ധയാകുവാനായിട്ട് എനിക്ക് വഴി തുറന്നു കിട്ടുകയും ചെയ്യുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യ തന്നെ പറയുന്നുണ്ട് തൻ്റെ വാക്കുകളിൽ: എൻ്റെ പാത ആധ്യാത്മിക ശിശുത്വത്തിൻ്റേതാണ്. അത് ദൈവത്തിൻ്റെ പരിപൂർണമായ ആശ്രയമർപ്പിച്ച് അവിടത്തേക്ക് ഉപാധികളില്ലാതെ നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നതാണ്. അവളുടെ പാത എന്നത് ആധ്യാത്മിക ശിശുത്വത്തിൻ്റേതാണ്. അത് ദൈവത്തിൽ പരിപൂർണമായ ആശ്രയമർപ്പിച്ച് അവിടത്തേക്ക് ഉപാധികളില്ലാതെ തന്നെ തന്നെ വിട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. തന്നെ സ്നേഹിക്കുന്ന നല്ല പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ
തന്നെ തന്നെ വിട്ടു നൽകുന്ന, എല്ലാം പിതാവിനോട് ചോദിച്ച് സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മനോഭാവം സ്വീകരിക്കലാണത്. എല്ലാ കാര്യങ്ങൾക്കും ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ പിതാവിനെ ആശ്രയിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങൾക്കും സ്വർഗീയ പിതാവിനെ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് നിഷ്കളങ്കമായി തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഏറെ മനോഹരമായ ഒരു അവസ്ഥയാണ് ആധ്യാത്മിക ശിശുത്വം എന്നതുകൊണ്ട് വിശുദ്ധ കൊച്ചുത്രേസ്യ ഉദ്ദേശിക്കുക. കൊച്ചുത്രേസ്യ തൻ്റെ ആത്മകഥയായ നവമാലികയിൽ ഒരിടത്ത് ഇങ്ങനെ കുറിക്കുന്നുണ്ട്: എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ 3 മിനിറ്റിൽ ഒരിക്കലെങ്കിലും നല്ല ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഓർക്കാതെ ഞാൻ കടത്തിവിട്ടിട്ടില്ല എന്ന്. 3 മിനിറ്റിൽ ഒരിക്കൽ എങ്കിലും ദൈവത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് അവിടുത്തെ സാന്നിധ്യ സ്മരണയിലൂടെ അല്ലാതെ വിശുദ്ധ കൊച്ചുത്രേസ്യ തൻ്റെ ജീവിതത്തെ കടത്തിവിട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അവളുടെ ദൈവ സാന്നിധ്യ സ്മരണയുടെ അവബോധം എത്ര വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എപ്പോഴും ദൈവത്തോടൊപ്പം തൻ്റെ ഹൃദയത്തെ ചേർത്ത് വയ്ക്കുവാൻ ആഗ്രഹിച്ച വിശുദ്ധ കൊച്ചുത്രേസ്യ പ്രാർത്ഥനയ്ക്ക് വിശുദ്ധ കൊച്ചുത്രേസ്യ ഒരു മനോഹരമായ നിർവചനം നൽകുന്നുണ്ട്. അവൾ പറയുന്നു: എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്നത് സ്വർഗത്തിലേക്കുള്ള ഒരു നോട്ടമാണ്. എൻ്റെ ഹൃദയത്തെ സ്വർഗത്തോളം ഉയർത്തുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്നത്. വാചികമായ പ്രാർത്ഥന വളരെ മനോഹരവും നല്ലതുമാണ്. എന്നാൽ വിശുദ്ധ കൊച്ചുത്രേസ്യ നമുക്ക് എവിടെ വെച്ചും പ്രാർത്ഥിക്കാവുന്ന ഒരു പുതിയ രീതി പറഞ്ഞു തരികയാണ്. പ്രാർത്ഥന എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തോളം എൻ്റെ ഹൃദയത്തെ ഉയർത്തുന്നതാണ്. സ്വർഗത്തിലേക്ക്, ദൈവസാന്നിധ്യ സ്മരണയിലേക്ക് എൻ്റെ ഹൃദയത്തെ ഉയർത്തുന്നതാണ് പ്രാർത്ഥന എന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ ചുരുക്കത്തിൽ പറയുകയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ തൻ്റെ ആത്മകഥയുടെ അവസാന പകുതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: എൻ്റെ ദൈവവിളി എന്നത് സ്നേഹമാണ്. എൻ്റെ ദൈവവിളി സ്നേഹിക്കുന്നതിലാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട യേശുനാഥനെ എന്നേക്കാൾ ഉപരിയായിട്ട് സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചുത്രേസ്യയ്ക്ക് പറയുവാനായിട്ട്, ആത്മവിശ്വാസത്തോടെ പറയുവാനായിട്ട് സാധിക്കും: എൻ്റെ സ്വർഗവാസം ഞാൻ ഭൂമിയിൽ നന്മ ചെയ്യുന്നതിനായി ചെലവഴിക്കുമെന്ന്. എത്രമാത്രം ആത്മവിശ്വാസത്തോടെയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ ഈ വാക്കുകൾ പറയുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അത്രമാത്രം ഉറപ്പോടുകൂടെ, ദൃഢനിശ്ചയത്തോടുകൂടെ ഒരു പെൺകുട്ടിക്ക് തൻ്റെ പ്രിയപ്പെട്ട യേശുനാഥനെ സ്വന്തമാക്കിയാൽ മാത്രമേ അങ്ങനെ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ: എൻ്റെ സ്വർഗവാസം ഭൂമിയിൽ നന്മ ചെയ്യുന്നതിനായി ഞാൻ വിനിയോഗിക്കുമെന്ന്. അവൾ പറയുന്ന മനോഹരമായ മറ്റൊരു നിർവചനമുണ്ട്: യേശുവാകുന്ന ശിരസിൻ്റെ വിവിധ അവയവങ്ങളാണ് നാം ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമുണ്ട്, അത് ഹൃദയമാണ്. അങ്ങനെയെങ്കിൽ തിരുസഭയാകുന്ന വലിയ ശരീരത്തിൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്നേഹമായിരിക്കും. തിരുസഭയുടെ ഹൃദയത്തിൽ സ്നേഹമാണെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ ഉറക്കെ ഉദ്ഘോഷിക്കുന്നു. തൻ്റെ സ്നേഹം നാഡീ ഞരമ്പുകളിലൂടെ സഭ മുഴുവൻ പരക്കുവാനായിട്ട് അവൾ ആഗ്രഹിക്കുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ ലോകത്തിന് നൽകുന്ന ചില മാതൃകാപരമായ, അനുകരണീയമായ, വളരെയധികം പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആധ്യാത്മിക ശിശുത്വം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. നിത്യജീവിതത്തിലെ ചെറിയ ചെറിയ പ്രവൃത്തികളിലൂടെ വിശുദ്ധി പ്രാപിക്കുവാനായി നമുക്ക് സാധിക്കുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ നമ്മളോട് മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന തൻ്റെ ജീവിതത്തിലൂടെ പറഞ്ഞു വെച്ച ഒരു സത്യമാണത്. അവളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നവമാലികയിൽ നമ്മൾ കാണുന്നുണ്ട്: കുനിഞ്ഞ് ഒരു മുട്ടുസൂചി എടുക്കുമ്പോൾ ഒരാത്മാവ് സ്വർഗത്തിലേക്ക് കരകയറുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അലക്കുമ്പോൾ മനഃപൂർവ്വം, മഠത്തിൽ ആയിരുന്നപ്പോൾ അലക്കുന്ന സമയത്ത് എൻ്റെ മുഖത്ത് മനഃപൂർവ്വം ചെളിവെള്ളം തെറിപ്പിച്ചിരുന്ന പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ സാക്രിസ്റ്റിയിൽ, സങ്കീർത്തിയിൽ ജോലികൾ ചെയ്യുമ്പോൾ ദിവ്യനാഥൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കുമാവില്ലേ ഇത്രമാത്രം മനോഹരമായിട്ട് ചെറിയ ചെറിയ പ്രാർത്ഥനകൾ അനുദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾക്കിടയിലൂടെ പ്രാർത്ഥിക്കാൻ? വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ നമ്മളെ പഠിപ്പിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി വിശുദ്ധി പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. രണ്ടാമതായിട്ട് വിശുദ്ധ കൊച്ചുത്രേസ്യ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യം, എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. സന്തോഷമായിക്കോട്ടെ, ദുഃഖമായിക്കോട്ടെ, എന്തു തന്നെയാണെങ്കിലും ജീവിതത്തിലെ ഓരോ അനുഭവവും ദൈവത്തിൻ്റെ കൃപയുടെ
വലിയ ഭാഗമാണ്. എൻ്റെ ജീവിതം എന്നത് സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സമ്മിശ്രമായിട്ടുള്ള കാരണമാണ് എന്ന് വിശുദ്ധ കൊച്ചറേസ്യ തൻ്റെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കൊച്ചറേസ്യ മഠത്തിലുള്ള അവളുടെ 9.5 വർഷക്കാലം അത്ര മനോഹരമായിരുന്നില്ല എന്ന് വിശുദ്ധ കൊച്ചറേസ്യ തൻ്റെ ആത്മകഥയിലൂടെ, നവമാലികയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവസാന നാളുകളിൽ ക്ഷയരോഗം വന്നാണ് വിശുദ്ധ കൊച്ചറേസ്യ സ്വർഗപ്രാപ്തിയാവുക. സഹനങ്ങൾക്കിടയിലും ഒരിക്കൽ പോലും അവൾ ദൈവത്തെ പഴിക്കുന്നതായിട്ട് അവളുടെ കത്തുകളിലോ ആത്മകഥയിലോ നമ്മൾ കാണുന്നില്ല. സന്തോഷത്തിലെന്നതുപോലെ ദുഃഖത്തിലും വേദനയിലും നാം ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നവരാകണം. കാരണം എല്ലാം ജീവിതത്തിലെ അനുഗ്രഹങ്ങളും വേദനകളും എല്ലാം ദൈവത്തിൻ്റെ വലിയ കൃപയുടെ പദ്ധതിയുടെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 1897 ജൂൺ മാസത്തിൽ അവൾ മരിക്കുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വിശുദ്ധ കൊച്ചറേസ്യ തൻ്റെ മഠാധിപയോട് ഇങ്ങനെ പറയുന്നുണ്ട്: അമ്മയെ ഒരുപക്ഷെ അമ്മ പ്രഭാതത്തിൽ ഉണർന്ന് എൻ്റെ മുറിയിൽ വന്നു നോക്കുമ്പോൾ ഞാൻ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നതെങ്കിൽ അമ്മ ഒരിക്കലും വേദനിക്കരുത്. കാരണം എൻ്റെ നല്ല ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിച്ചിട്ടുണ്ട്. ഇതും ദൈവത്തിൻ്റെ വലിയ കൃപയുടെ ഭാഗമാണ്. അവിടത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വീകരിച്ച ഞാൻ ഇന്ന് വേദന അനുഭവിക്കുന്നുവെങ്കിലും ഇതും ദൈവത്തിൻ്റെ കൃപയുടെ വലിയ പദ്ധതിയുടെ ഭാഗമാണ്. നല്ല ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായി വിശുദ്ധ കൊച്ചുത്രേസ്യ നമ്മെ തൻ്റെ ജീവിതത്തിലൂടെ ക്ഷണിക്കുകയാണ്. പുണ്യപൂർണ്ണത പ്രാപിക്കുന്നതിന് വേണ്ടി, വിശുദ്ധി കൈവരിക്കുന്നതിന് വേണ്ടി അസാധ്യമായതൊന്നും നാം ചെയ്യേണ്ടതില്ല. മറിച്ച് നമ്മുടെ അനുദിന ജീവിതത്തിലെ സംഭവങ്ങളെ, നമ്മുടെ അനുദിന ജീവിതത്തിലെ കാര്യക്രമങ്ങളെ വ്യക്തമായി കൃത്യമായി ക്രമീകരിച്ച് ദൈവ സാന്നിധ്യ സ്മരണയിൽ അവയെ കടത്തിവിടുമ്പോൾ വിശുദ്ധ കൊച്ചറേസ്യ നമ്മെ പഠിപ്പിക്കുന്നു, നമുക്കും വിശുദ്ധരാകുവാനായിട്ട് സാധിക്കും. വിശുദ്ധ മാതാപിതാക്കളുടെ പ്രിയപ്പെട്ട മകളായി ജീവിച്ച വിശുദ്ധ കൊച്ചറേസ്യ നമുക്ക് നൽകുന്ന പാഠം ആധ്യാത്മിക ശിശുത്വത്തിൻ്റേതും ദൈവകൃപയിൽ ആശ്രയിച്ചുള്ള ജീവിതത്തിൻ്റേതുമാണ്. ആധ്യാത്മിക ശിശുത്വം വിശുദ്ധ കൊച്ചറേസ്യ നമുക്ക് നൽകുന്ന വളരെ മനോഹരവും നൂതനവും എളുപ്പവുമായിട്ടുള്ള ഒരു മാർഗമാണ്. മൂന്നാമതായി കൊച്ചുത്രേസ്യ നമ്മെ പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു പാഠമുണ്ട്. ചെറുതായിരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തേണ്ടിയിരിക്കുന്നു നാം ഓരോരുത്തരും എന്നത്. കൊച്ചുത്രേസ്യ അതിന് മനോഹരമായ ഒരു ഉദാഹരണം തൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. വലിയ വൃക്ഷങ്ങൾക്ക് പ്രകാശം നൽകുന്ന സൂര്യൻ അതിൻ്റെ ചോട്ടിൽ വസിക്കുന്ന ജീവിക്കുന്ന ചെറിയ ചെടികൾക്കും അതിനാവശ്യമായ പ്രകാശം നൽകി അതിനെയും പരിരക്ഷിക്കുകയും സഹായിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാവശ്യമായ ചൂടും ജലവും എല്ലാം അത് നൽകുന്നു. എന്നതുപോലെ തന്നെ കുഞ്ഞായിരിക്കുമ്പോൾ ചെറുതായിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നമ്മെ കാണുകയും സഹായിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന വലിയ സത്യം നമുക്ക് മറക്കാതിരിക്കാം. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ അത് എത്രമാത്രം ലളിതമായിക്കോട്ടെ, ചെറുതായിരുന്നോട്ടെ, ദൈവം നമ്മെ കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട് എന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായി, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കൊച്ചുത്രേസ്യ തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഈ 3 കാര്യങ്ങളെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ചെറുതിൽ സന്തോഷം കണ്ടെത്തുവാനായി നാം നമ്മുടെ അനുദിന ജീവിതത്തിലൂടെ ശ്രമിക്കാറുണ്ടോ? ഏറ്റവും നിസ്സാരമായതിനെ നാം സ്നേഹിക്കാറുണ്ടോ? അനുദിന ജീവിത കാര്യക്രമങ്ങളിലൂടെ നല്ല ദൈവത്തിൻ്റെ സാന്നിധ്യ സ്മരണയിലേക്ക് ഞാൻ എന്നെ തന്നെ കടത്തിവിടാറുണ്ടോ? നല്ല ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകുന്ന ചെറിയ ചെറിയ അനുഭവങ്ങളിലൂടെ നല്ല ദൈവത്തിൻ്റെ സ്മരണയിലേക്ക്, സാന്നിധ്യ സ്മരണയിലേക്ക് ഞാൻ എന്നെ തന്നെ കടത്തിവിടാറുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. പ്രിയപ്പെട്ട ദൈവം തൻ്റെ അനുദിന ജീവിത അനുഭവങ്ങളിലൂടെ നമ്മെ തേടി എത്തുന്നുണ്ട് എന്ന വലിയ യാഥാർത്ഥ്യം വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പുണ്യപൂർണ്ണത പ്രാപിക്കുവാൻ നാം വലിയ കാര്യങ്ങളല്ല ചെയ്യേണ്ടത്, മറിച്ച് നമ്മെ ഏൽപ്പിക്കുന്ന ചെറിയ കാര്യങ്ങൾ കൊച്ചുത്രേസ്യയെ പോലെ വലിയ സ്നേഹത്തോടെ ചെയ്യുവാനായിട്ട് സാധിച്ചാൽ സ്വർഗപ്രാപ്തരാകുമ്പോൾ നമുക്കും ആ വിശുദ്ധയെ പോലെ പറയുവാനായിട്ട് സാധിക്കും, എൻ്റെ സ്വർഗവാസം ഭൂമിയിൽ നന്മ ചെയ്യുന്നതിനായി ഞാനും ചിലവഴിക്കുമെന്ന്. എൻ്റെ സ്വർഗവാസം ഭൂമിയിൽ നന്മ ചെയ്യുന്നതിനായി ഞാനും ചിലവഴിക്കുമെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ ഉറച്ച ബോധ്യത്തോടെ പറയുവാനുള്ള വലിയ കരളുറപ്പ് നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമാകുന്നതിന് വേണ്ടി നല്ല ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
നന്ദി.